الحمد لله الحمد لله المتفيد بالكمال والجلال، سبحانه هو الكبير المتعال. فطر الآباء على حب الأولاد والعيال، وأوصاهم بهم في كتابه فقال: يوصيكم الله في أولادكم. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله. اللهم صل وسلم وبارك عليه وعلى آله وصحبه والتابعين لهم بإحسان. أما بعد، عباد الله، فأوصيكم ونفسي بتقوى الله. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി, വിശ്വാസിനികളായി ജീവിതം നയിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ ധാരാളം വസിയ്യത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. വസിയ്യത്തുകളുടെ കൂട്ടത്തിൽ സുപ്രധാനമായ ഒരു വസിയ്യത്താണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും. നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുള്ള ആളുകൾ, അവർക്ക് നാം വസിയ്യത്ത് നൽകുന്നു. വഇയ്യാകും, നിങ്ങൾ അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന്. വസിയ്യത്ത് എന്നുള്ള പദം നമുക്കൊക്കെ പരിചയമുള്ളത്. സാധാരണ നിലയിലുള്ള ഉപദേശത്തിന് വസിയ്യത്ത് എന്ന് പറയും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഫൗസീക്കും വനഫ്സി ബിത്തഖ്വല്ലാഹ് നമ്മുടെ സംസാരങ്ങളിൽ ഖുതുബയുടെ ഒക്കെ ആദ്യത്തിൽ പറയാറുണ്ട്. ഇനി അന്ത്യോപദേശങ്ങൾക്ക് വസിയ്യത്ത് എന്ന് പറയും. ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു വസിയ്യത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വസിയ്യത്തായി നമ്മളെ പരിചയപ്പെടുത്തി തരുന്ന ഒന്നാണ് രക്ഷിതാക്കൾ മക്കൾക്ക് നൽകേണ്ടുന്ന വസിയ്യത്ത്. കാരണം മക്കളെ സംബന്ധിച്ച് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് വഖുറത്തു അയ്ൻ, നമ്മുടെ കൺകുളിർമയാണ്, പ്രതീക്ഷയാണ്. അങ്ങനെയുള്ള മക്കൾ അവർ നേർവഴിയിലാകണം, നേർവഴിയിൽ സഞ്ചരിക്കണം, നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഒത്തു ഉയരണം, അവരിലൂടെ നമുക്ക് കൺകുളിർമ ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുക എന്നുള്ളത് രക്ഷിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ ബാധ്യതയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നൽകുന്ന ഒരു വസിയ്യത്ത് ഇങ്ങനെയാണ്. ഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യൂസി ഇബ്നഹു, തന്റെ മകന് വസിയ്യത്ത് നൽകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ എന്ന്. ഇത്തഖില്ലാഹ്, ഒന്നാമതായി കൊടുക്കുന്ന വസിയ്യത്ത് നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്നാണ്. ഫഇന്ന മനിത്തഖല്ലാഹു വഖാഹു, അല്ലാഹുവിനെ നമ്മൾ സൂക്ഷിച്ചാൽ, അല്ലാഹുവിനെ ആര് സൂക്ഷിക്കുന്നുവോ അവനെ അല്ലാഹു രക്ഷിക്കും, സംരക്ഷിക്കും. അവന്റെ സംരക്ഷണയിലായിരിക്കും അവൻ ഉണ്ടാവുക. അതുപോലെ തന്നെ വമൻ തവക്കല അലൈഹി കഫാ, അല്ലാഹുവിൽ ഒരുത്തൻ പരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അല്ലാഹു മതി. അതുകൊണ്ട് തന്നെ ഫജ്അലി തഖ്വ ഇമാദ ഖൽബക്, നിന്റെ മനസ്സിന്റെ, നിന്റെ ഖൽബിന്റെ, ഹൃദയത്തിന്റെ നെടുന്തൂണായിരിക്കണം ആ സൂക്ഷ്മത. വജലാഅ ബസരി, അതുപോലെ തന്നെ നിന്റെ ദൃഷ്ടിയെ നിയന്ത്രിക്കുന്നത് സൂക്ഷ്മതയായിരിക്കണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
മകനെ ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ നമ്മൾ എടുത്തു നോക്കിയാൽ പ്രവാചകന്മാർ അവരുടെ മക്കൾക്ക് നൽകുന്ന ധാരാളം വസിയ്യത്തുകൾ കാണാൻ സാധിക്കും. നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു, യാ ബുനയ്യ ഇന്നി ഊസീർ, മോനെ, എന്റെ പൊന്നുമോനെ, ഞാൻ ഇതാ നിനക്ക് വസിയ്യത്ത് നൽകുന്നു, ഉപദേശിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം ഇവരൊക്കെയും തങ്ങളുടെ സന്താനങ്ങൾക്ക് നൽകിയിട്ടുള്ള വസിയ്യത്ത്, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ള ദീനാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമായി കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെടരുത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം ഒക്കെ നൽകിയിട്ടുള്ള വസിയ്യത്തുകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി തരുന്നു. ഖുർആൻ നൽകിയ അല്ലെങ്കിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന വസിയ്യത്തുകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന വസിയ്യത്ത് പല തവണ നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ വിശദമായിട്ട് തന്നെ ഖുർആൻ അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകൾ ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ വസിയ്യത്തിന്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്, മാ യംനഉകി അൻ തസ്മഇ മാ ഊസീകി ബിഹി. ഞാൻ നിനക്ക് ചില സംഗതികൾ നിന്നോട് ഉപദേശിക്കുകയാണ്, അത് കേൾക്കുന്നതിൽ നിന്ന് നിന്നെ തടയുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർവം നീ കേൾക്കണം എന്ന്. അപ്പൊ ഈ വസിയ്യത്തുകളൊക്കെ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നതായിരുന്നാലും ഹദീസുകളിലൂടെ നമ്മളെ കേൾപ്പിക്കുന്ന വസിയ്യത്തുകളൊക്കെ ആയിരുന്നാലും എങ്ങനെയായിരിക്കണം നമ്മൾ മക്കളെ ഉപദേശിക്കേണ്ടത് എന്നതിന്റെ ഒരു രൂപം നമുക്കതിൽ കാണാൻ കഴിയും. ഇപ്പൊ ഖുർആൻ പറയുമ്പോ ഒരൊക്കെ മക്കളെ വിളിച്ചത് യാ ബുനയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെ? ഇഷ്ടത്തോടുകൂടെ, സ്നേഹത്തോടുകൂടെ എന്റെ പൊന്നുമോനെ, കുഞ്ഞുമോനെ എന്നുള്ള രൂപത്തിലുള്ള വിളിക്കാണ് യാ ബുനയ്യ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. അപ്പൊ വളരെ ഇഷ്ടത്തോടുകൂടെ, സ്നേഹത്തോടു കൂടിയിട്ടായിരിക്കണം മക്കളെ ഉപദേശിക്കേണ്ടത് എന്ന് പരിചയപ്പെടുത്തി തരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബലിന് കൊടുക്കുന്ന ഒരു വസിയ്യത്തിനെ സംബന്ധിച്ച് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരികയാണ്. ഫാൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ ബിയദി. റസൂൽ ഒരിക്കൽ എന്റെ കൈ ഇങ്ങനെ പിടിച്ചു. അതൊരു സ്നേഹത്തിന്റെ, ഇഷ്ടത്തിന്റെ പിടുത്തമാണ്. എന്റെ കൈ പിടിച്ചിട്ട് ഫഖാല ലി, എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നി ലഉഹിബ്ബുക. ഒരു മനുഷ്യൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മുആദ്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ആലോചിച്ച് നോക്കുക, ഒരു സഹാബിയെ സംബന്ധിച്ചിടത്തോളം അതിലപ്പുറം ഒരു വാക്ക് അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. റസൂൽ തന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മുആദ് അന ഉഹിബ്ബുക, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഫഖുൽതു ബി അബി അൻത വ ഉമ്മി, എന്റെ പിതാവിനെയും എന്റെ മാതാവിനെയും താങ്കൾക്കുപരി, അത് അവരുടെ ഒരു പദപ്രയോഗമാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക, ഞാനും താങ്കളെ ഇഷ്ടപ്പെടുന്നു റസൂലേ എന്ന് അങ്ങോട്ടും ആ ഒരു ഹുബ്ബ്, ഇഷ്ടം മുആദ് ഇബ്നു ജബൽ പ്രകടിപ്പിച്ചു. എന്നിട്ട് ഖാല യാ മുആദ് ഇന്നി ഊസീക, എന്നിട്ടാണ് പറയുന്നത്, ഇതാ ഞാൻ നിനക്ക് ചില ഉപദേശങ്ങൾ നൽകാം എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ എന്തവിടെ പറഞ്ഞു എന്നല്ല നമ്മളെ പഠിപ്പിക്കുന്നത്, മറിച്ച് നമ്മളൊരാൾക്ക് ഉപദേശം നൽകുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന ആ ഒരു മര്യാദ പരിചയപ്പെടുത്തുന്നത്. മക്കളെ ഉപദേശിക്കുമ്പോൾ ഏറെ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം. നമുക്കറിയാം, ഒരാൾ ഉപദേശം ഇഷ്ടപ്പെടുന്ന, അതല്ല നമ്മളായിരുന്നാലേ, നമ്മളൊരാളിങ്ങനെ ഉപദേശിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നു. പക്ഷെ ആ ഉപദേശിക്കുന്ന ശൈലിയിൽ, രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലോ അത് അവൻ സ്വീകരിക്കുകയും ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്നുണ്ട്, ഖുൽതു ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഞാൻ ഒരിക്കൽ റസൂലിന്റെ കൂടെ ബാക്കിൽ വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഫഖാൽ, ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉലാം ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. അപ്പൊ ആ ഒരു സന്ദർഭമാണ് റസൂൽ അവിടെ ഉപയോഗപ്പെടുത്തിയത്. തന്റെ കൂടെ വാഹനത്തിൽ പോകുമ്പോൾ ആ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നു എന്നാണ്.
അപ്പൊ നമ്മൾ ഉപദേശിക്കേണ്ടുന്ന മറ്റൊരു സാഹചര്യം കൂടെ പഠിപ്പിച്ചു തരും. നമുക്ക് ദേഷ്യം ഉണ്ടാകുമ്പോഴോ നമുക്ക് മനസ്സിൽ തോന്നുമ്പോഴല്ല, ഒരു നല്ലൊരു സാഹചര്യം കിട്ടുമ്പോൾ നമ്മളും മക്കളുമായി സ്നേഹത്തോടുകൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം, നമ്മുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, അങ്ങനെയൊക്കെയുള്ള സമയത്ത് സ്നേഹത്തോടുകൂടെ ഉപദേശങ്ങൾ നൽകുമ്പോൾ ആ ഉപദേശം ഫലപ്രദമാകും എന്നാണ് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മക്കൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ രക്ഷിതാക്കളും. നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വളർന്നു വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അതിലപ്പുറം നമുക്കുണ്ടാകേണ്ടുന്ന പ്രതീക്ഷ മതപരമായി ദീനിയായി അവർ നമ്മുടെ കൂടെ ഉണ്ടാകണം. അപ്പോഴാണ് ആ ഖുറത്തു ആയിൽ നമുക്ക് കൺകുളിർമ മക്കളിലൂടെ നൽകുക. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ സദാസമയങ്ങളിൽ ആ സമയങ്ങൾ നോക്കി ഇഷ്ടത്തോടു കൂടെ നൽകണം എന്ന് പരിചയപ്പെടുത്തി. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്കുണ്ട് രക്ഷിതാക്കൾ. ആ രക്ഷിതാക്കൾ നമുക്ക് പല വസീയത്തുകളും നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടാവും. അവരൊരു പക്ഷേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരായിക്കൊള്ളണം എന്നില്ല. എന്നാൽ അവർ നമുക്ക് നൽകിയിട്ടുള്ള വസീയത്തുകൾ അത് നമ്മൾ ഓർമ്മിച്ചെടുക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. അതുപോലെ തന്നെ ഭരണാധികാരികൾ അവർ നമുക്ക് വസീയത്തുകൾ നൽകാറുണ്ട്. വസീയത്തുകൾ നൽകുക എന്ന് പറഞ്ഞാൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. ആ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടവരാണ് നമ്മൾ എന്നുകൂടെ നമ്മൾ ഓർത്തുകൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ നൽകുന്ന ഉപദേശങ്ങളൊക്കെ പ്രാവർത്തികമാക്കുവാനുള്ള ശ്രദ്ധയും അതുപോലെ തന്നെ നിഷ്ഠയും നമുക്കുണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ വഉലിൽ അംരി മിൻകും അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹില്ലദീ വഹബനൽ ഔലാദ വദുരിയ്യ ഫനിഅമൽ ഹിബതു വൽ അതിയ്യ والصلاة والسلام على خير البرية ورحمة الله للبشرية وعلى آله وأصحابه ومن تبع طريقهم المرضية. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മുടെ സന്താനങ്ങൾക്ക്, മക്കൾക്ക് നമ്മൾ നൽകേണ്ടുന്ന വസീയത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. വസീയത്ത് നൽകുക എന്നുള്ളത് അറബികളുടെ ഒരു പതിവാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക ഒരു സംസ്കാരവുമാണ്. നമ്മളൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബ്രി വതവാസൗ ബിൽ മർഹമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് സമാനമായിട്ടുള്ള ആയത്തുകൾ വേറെ സൂറത്തുൽ അസ്ർ പോലെയുള്ള സൂറത്തുകളിൽ സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് വിശ്വസിക്കുക, ആ വിശ്വാസത്തോടൊപ്പം വതവാസൗ ബിസ്സബ്ർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കേണ്ടുന്ന വസീയത്ത് ക്ഷമയെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുകയാണ്. വതവാസൗ ബിൽ മർഹമ, കാരുണ്യത്തെ സംബന്ധിച്ച്. അപ്പോ ക്ഷമിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച്, ജീവികളോട് കാരുണ്യം പ്രകടിപ്പിക്കേണ്ടുന്ന അതിനെ സംബന്ധിച്ചൊക്കെ വസീയത്ത് ചെയ്യുന്നത് വിശ്വാസികളുടെ സ്വഭാവമായി അവിടെ പരിചയപ്പെടുത്തി തരുന്നു. അങ്ങനെയുള്ള വിശ്വാസികളെ പരിചയപ്പെടുത്തിയപ്പോൾ ഉലൈക അസ്ഹാബുൽ മൈമന, അവരാണ് സ്വർഗത്തിന്റെ ആളുകൾ, വലതുപക്ഷക്കാർ എന്നുകൂടെ പരിചയപ്പെടുത്തി തരുന്നു. അപ്പൊ ഒരു വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മളുടെ സ്വഭാവമാണ്, ഇസ്ലാമിന്റെ സംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ പരസ്പര വസീയത്ത് എന്ന് പറയുമ്പോൾ, ഉപദേശം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകേണ്ടതാണ്. ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനോട് സൂചിപ്പിക്കും. പലപ്പോഴും നമ്മളൊരു സ്വഭാവം അവനോട് സൂചിപ്പിക്കൂല, മറ്റുള്ളവരോടായിരിക്കും സൂചിപ്പിക്കും. ആ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. ആരുടേതാണ് കാണുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും, അതാണ് ഇഷ്ടം, അതാണ് സ്നേഹം എന്ന് പറയുന്നത്. അവനെ സ്വകാര്യമായി ഉപദേശിക്കുക, അതായിരിക്കണം നമ്മുടെ സ്വഭാവം എന്നുകൂടെ ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. പല രൂപത്തിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. വസല്ലല്ലാഹുമ്മ വസല്ലം വബാരിക് അലാ സയ്യിദിനാ വനബിയിനാ മുഹമ്മദിൻ
وعلى آله وصحبه أجمعين. وارض اللهم عن الخلفاء الراشدين وعن سائر الصحابة الأكرمين. اللهم أدم على دولة الإمارات الأمان والاستقرار والرقي والازدهار وعم العالم بالرحمة والسلام. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى، واشمل بتأييدك حاكم إماراتنا الشيخ حمد بن محمد الشرقي وولي عهده. اللهم ارحم شيخ زايد وشيخ راشد وشيخ محمد بن حمد الشرقي والقادة المؤسسين وشيخ مكتوم وشيخ خليفة بن زايد، وادخلهم بفضلك فسيح جنات، واشمل شهداء الوطن برحمتك وعفرانك. اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. عباد الله، اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.